നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. UDF ഇത്തവണ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ്. വരുന്ന ജനുവരി 25 55 സ്ഥാനാർത്ഥികളെ UDF കോൺഗ്രസ് പ്രഖ്യാപിക്കും. ആ 55 സ്ഥാനാർത്ഥികൾ അവരുടെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളെ കോൺഗ്രസ് തന്നെ തീരുമാനിക്കുന്നതായതുകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മണ്ഡലത്തിൽ മത്സരിക്കുന്നവരെ ആ പാർട്ടി തന്നെ തീരുമാനിക്കുന്നതായതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും അതിലുണ്ടാകാൻ വഴിയില്ല. സാധാരണഗതിയിൽ പലപ്പോഴും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും അവസാനം എന്ന് വെച്ചാൽ നോമിനേഷൻ കൊടുക്കുന്നതിന് 2 ദിവസം മുമ്പ് 1 ദിവസം മുമ്പൊക്കെയാണ് പണ്ടത്തെ കാലത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാവുക. അത് പഞ്ചായത്തിലേക്കായാലും ശരി, പാർലമെൻറ്റിലേക്കായാലും ശരി. എന്നാൽ ഇത്തവണ ആ ചരിത്രമൊന്ന് മാറ്റി എഴുതാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം. ജനുവരി 25-ന് 55 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ സംവിധാനം മുന്നോട്ട് പോവുകയാണ്. 55 മണ്ഡലങ്ങൾ പിടിക്കുക എന്നുള്ളത് കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കണം. കാരണം 55 മണ്ഡലങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ മറ്റ് ലീഗിൻ്റെ അടക്കമുള്ള MLA-മാരെ കൂട്ടിനിർത്തുമ്പോൾ 78-80 സീറ്റിൽ അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് പിടിക്കാൻ ഉദ്ദേശിക്കുന്ന 55 മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തിയും പ്രചരണമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാണ്ട് 1.5 മാസം മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നത്. പൊതുവെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ സമീപകാലത്ത് നിന്നല്ല, ദശാബ്ദങ്ങൾക്ക് മുമ്പ് 70-കൾക്ക് ശേഷം നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഇത്തവണ ഭരണം പിടിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അറിയിക്കട്ടെ ഞങ്ങളെ. പക്ഷേ ഞങ്ങളുടെ 55 സീറ്റുകളിലേക്ക് എ ക്ലാസ് എന്ന് പറയുന്ന ഉറപ്പായിട്ടും മത്സരം നടത്തി പിടിച്ചെടുക്കാൻ കഴിയുന്ന 55 സീറ്റുകളിലേക്ക് ഞങ്ങളുടെ ആളുകൾ, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. അവരുടെ പേര് വിവരങ്ങൾ ജനുവരി 25 തന്നെ വിശദമാക്കും. അവർ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. കാരണം അങ്ങനെ പ്രവർത്തിച്ചാൽ അടിയൊഴുക്കുകൾ പെട്ടെന്ന് തിരിച്ചറിയാനും ആളുകളുമായി നല്ല ബന്ധമുണ്ടാക്കാനും മറ്റു രീതിയിലുള്ള പ്രതികരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രതിപ്രവർത്തനം ചെയ്യാനും ഒക്കെ വളരെ സഹായകമാവും ഈ നേരത്തെയുള്ള പ്രവർത്തനം എന്നാണ് പറയുന്നത്. കാരണം ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ, ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഷ്ടിച്ചിനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 100 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് 100 ദിവസത്തെ ആ ടൈം ഫ്രെയിം വെച്ച്, ആ ടൈം ടേബിൾ വെച്ച് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ 55 സ്ഥാനാർത്ഥികളെ ജനുവരി അവസാന വാരം പ്രഖ്യാപിച്ച് അവർ പ്രവർത്തനം തുടങ്ങട്ടെ, അവരുടെ പ്രചരണം തുടങ്ങട്ടെ. അവർ പ്രചരണം തുടങ്ങി ജനങ്ങളെ സമീപിക്കുമ്പോൾ അറിയാം എങ്ങനെയാണ് ട്രെൻഡ് എന്നുള്ളത്. അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാമെന്നുള്ള ഒരു തലത്തിലേക്ക് വളരെ വലിയൊരു സ്ട്രാറ്റജിയാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, സണ്ണി ജോസഫ്, ഈ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഈ ഒരു തീരുമാനമെടുത്തതും അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതും. ഹൈക്കമാൻഡിൻ്റെ അംഗീകാരവും ഇത് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനുവരി 25 അല്ലെങ്കിൽ ജനുവരി 30 ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ 55 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ അനൗദ്യോഗികമായി തീരുമാനിച്ച് അവരോട് പ്രചരണത്തിന് ഇറങ്ങാൻ, അത് പ്രഖ്യാപനം നടത്താം. പ്രഖ്യാപനമൊക്കെ അത് ഇലക്ഷന് മുൻപ് എല്ലാ സ്ഥാനാർത്ഥികളും ഒരുമിച്ച് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ സാധാരണഗതിയിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരികയുള്ളൂ. പക്ഷേ അതിന് മുമ്പ് തന്നെ ഈ അനൗദ്യോഗികമായി 55 സ്ഥാനാർത്ഥികളെ മണ്ഡലത്തിലേക്ക് ഇറക്കിവിട്ട് അവരുടെ ഫീഡ്ബാക്ക് എല്ലാം ശേഖരിച്ച് എങ്ങനെയാണ് നമ്മുടെ UDF-ൻ്റെ സാധ്യത, കോൺഗ്രസിൻ്റെ സാധ്യത എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തന്ത്രം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഏതായാലും കോൺഗ്രസ് ഇത്തവണ ഞെട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ പ്രചരണം തുടങ്ങി. CPM-നെ ഇത്തവണ അടിച്ച് വീഴ്ത്തി ഭരണം പിടിച്ചെടുക്കുമെന്ന വാശിയിലാണ് കോൺഗ്രസ് നേതൃത്വം. ലീഗിന് ഏതായാലും 20 സീറ്റ് ഉറപ്പാണെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 25 സീറ്റ് മത്സരിക്കും, 20 സീറ്റ് ഉറപ്പാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. പിന്നെ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ഒരു 3-4 സീറ്റിൽ ഉറപ്പുണ്ട്. അതുകൊണ്ട് 80 സീറ്റിലേക്ക് ഉറപ്പിച്ചു UDF എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനുവരി 25-നും 30-നും ഇടയ്ക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ 55 മണ്ഡലങ്ങളിലേക്ക് അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർ രംഗത്തിറങ്ങാൻ പോകുന്നത്.